അത് റെനോയുടെ ഒരു സസ്പെൻഷൻ ട്യൂണിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് എഞ്ചിൻ്റെ പവർ 1 ലിറ്ററാണ്, എനിക്ക് തോന്നുന്നു എത്ര PS പവറെന്ന് ഞാൻ ഓർക്കുന്നില്ല, എന്തായാലും ലോ പവർ ഫിഗർ തന്നെയാണ്. അപ്പോൾ ആ പവറിലുള്ളൊരു എഞ്ചിനെ കൊണ്ട് അത്യാവശ്യം ജോലി ചെയ്യിപ്പിക്കത്തക്ക വിധത്തിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ അവർ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രൈവിംഗ് ഫൺ ആദ്യമൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ലോങ് ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ ഹയർ സ്പീഡ്സിലൊക്കെ ഉള്ള എഞ്ചിൻ്റെ പെർഫോമൻസ് ഭയങ്കര സർപ്രൈസിങ് ആണ്. നമ്മൾ ഹൈവേസിലൊക്കെ പോകുന്ന സമയത്ത് വളരെ വലിയ വാഹനങ്ങളൊക്കെ നമുക്ക് ഓവർടേക്ക് ചെയ്തൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. ആ പുള്ളി ഇത് കിട്ടുമ്പോഴത്തേക്ക്, ആ ടോർക്ക് കിട്ടുമ്പോഴത്തേക്ക് മാസീവ് ടോർക്ക് ജനറേറ്റ് ചെയ്യും. അപ്പോൾ അത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ മൈലേജ് കിട്ടാനായിട്ട് മറ്റൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. ഞാൻ കഴിവതും ഈ 4th ഗിയറിലാണ്, 5th ഗിയറിലോട്ട് അധികം പിടിച്ചിടാറില്ല. അങ്ങനെയുള്ള ആവശ്യം വരുന്ന സമയത്ത് അത്രയും ഒരു 80+ ഒക്കെ ഓടാനായിട്ട് അവസരങ്ങൾ കിട്ടുമ്പോൾ മാത്രമേ 5th ഗിയർ പിടിച്ചിടാറുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ 4th തന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 4th and 3rd ഗിയേഴ്സിൽ, അതായത് എവിടെ വണ്ടി ഒന്ന് സ്ലോ ചെയ്യേണ്ടി വരുന്നോ അവിടെ നമുക്കൊന്ന് 3rd വരെ ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നതേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ആ 4th ഗിയറിൽ ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ 4th ഗിയറിൽ നിന്ന് മാക്സിമം എമൗണ്ട് ഓഫ് ടോർക്ക് നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ്, അതായത് വളരെ കൂടുതൽ ആക്സിലറേറ്റ് ചെയ്യാതെ തന്നെ ആ ഒരു ടോർക്ക് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. ആ കിട്ടുന്ന ഒരു മൊമെൻറ്റം നമുക്ക് ആ ഒരു പേസ് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. അതുവഴി നമുക്ക് നല്ല മൈലേജും കിട്ടും.